ഹലോ ഗായ്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സുഖമാണ്, ഞങ്ങളും സേഫാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് പട്ടാമ്പിയിൽ നിന്ന് ഞാൻ തൃത്താലക്കുള്ള ബസ്സിലാണ് കയറിയത്. അത് മുതുതല പള്ളിപ്പുറം ഓണ ബസ് കേട്ടോ. എന്നിട്ട് ഞാൻ കൊടിക്കുന്നിൽ പോയിട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് വിദ്യേനെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ ഞാനും വിദ്യയും കൂടിയിട്ട് സ്കൂട്ടിയിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ അറിയാമെന്ന് വിചാരിക്കുന്നു. വെള്ളിയാങ്കല്ല് പാലം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് എത്തേണ്ടത്. നമുക്ക് പട്ടാമ്പിയിൽ നിന്ന് VK കടവ് അത്താണി വഴി തൃത്താല എത്താട്ടോ. അപ്പോൾ വിദ്യ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ റൂട്ട് ഞാൻ പോയതാണ്. ഓഡിറ്റോറിയം നല്ല രസമുണ്ടായിരുന്നു. KMK ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പുഴയുടെ തീരായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഓഡിറ്റോറിയം കാണാൻ. അങ്ങനെ ഞാനും വിദ്യയും കൂടി അവിടെ കയറി. കൂറ്റനാട് മോഡേൺ ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന കുട്ടിയായിരുന്നു മേഘന. ഇത് ഞങ്ങളെ ഇൻചാർജ് പ്രതീക്ഷേട്ടനാണ്. അറിയാമല്ലോ, മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നിടത്തുനിന്ന് ഗോപിക, സിൻഷ, സുമയ്യ, തുളസി, പിന്നെ സജിത സിസ്റ്ററൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഹരിതി ഉണ്ടായിരുന്നു കേട്ടോ. ഹായ് പറ. ഹായ്, ഞാൻ സിൻഷ. ഞാൻ സുമയ്യ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. വന്ന പാടെ ചെക്കനും പെണ്ണിനെയും കാണാൻ വേണ്ടി പോയപ്പോൾ അവർ നല്ല ഫോട്ടോഷൂട്ടിലായിരുന്നു. അതുമാത്രമല്ല 10:30 ആകുമ്പോൾ ചടങ്ങ് തുടങ്ങിയിട്ട് 11:30 ഒക്കെ ആകുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തുമ്പോൾ 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ അവരെ മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനും വിദ്യയായിരുന്നു അവരെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ബാക്കി അവരൊക്കെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നു. ഓലം വന്നു, കാളം വന്നു, തോരൻ വന്നു, അവിയൽ വന്നു, എല്ലാം വന്നു. സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ, മോര്, രസം, പാലട പ്രഥമനായിരുന്നു കേട്ടോ പായസം ഉണ്ടായിരുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം കഴിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു. അപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും ആൾക്കാരും കൂടിയിട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോഴാണ് മേഘന ഞങ്ങളെ കാണുന്നത്, അതായത് എന്നെയും വിദ്യനും കേട്ടോ. മേഘന ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പി നീള ഹോസ്പിറ്റലാണ് കേട്ടോ, ലാബ് ടെക്നീഷ്യനായിട്ട് തന്നെ. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല, എല്ലാവരും ഓരോ ലാബിലേക്ക് മാറി. 1.5 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു കേട്ടോ. സിൻഷയും സുമയും വിദ്യക്ക് ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചായിരുന്നു കേട്ടോ. വിദ്യയുടെ സിൻഷയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണെന്ന് പറയാൻ പറഞ്ഞായിരുന്നേ. അതേപോലെ സുമയ്യയുടെ കല്യാണം കഴിഞ്ഞതാ, തുളസിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാ. എല്ലാവരും കമ്മിറ്റഡ് ആണെന്ന് പറയാൻ പറഞ്ഞു. എന്താ ഓക്കെ അല്ലേ? പഴയ ആൾക്കാരൊക്കെ ഒത്തുകൂടിയാൽ, പ്രത്യേകിച്ച് ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ള ദൗത്യമാണുള്ളത്. അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പിക്സൊക്കെ ഞങ്ങൾ എടുത്തു. എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാനൊന്നും പറ്റിയില്ല. പ്രതീക്ഷേട്ടൻ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് പോയി. പിന്നെ എനിക്കും വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് കയറണം. അപ്പം ഞാനും തിരക്ക് കൂട്ടിയായിരുന്നു. പിന്നെ ഈ തിരക്കിനിടയിൽ ചെക്കനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ചെക്കൻ്റെ പേര് രാഹുൽ എന്നാണ് കേട്ടോ. എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചായിരുന്നില്ല, നമുക്ക് പരിചയപ്പെടാൻ ടൈമുണ്ടല്ലോ. ഞങ്ങളുടെ ഫോട്ടോ എടുക്കലും കൗണ്ടർ അടിക്കലും തള്ളലൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ ഒരു വ്യൂ ഞങ്ങളെ കണ്ണിൽ പെട്ടത്. അത് സിൻഷയാണ് ഫോണിൽ പകർത്തിയത്. ഡിസംബർ 25 ക്രിസ്തുമസ് ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. ആ ദിവസമാണ് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് നടന്നത്. കല്യാണം 1 വർഷം കഴിഞ്ഞിട്ട് അത്രേ. ഇൻഷാ അല്ലാ നമുക്ക് സെറ്റാക്കാം കല്യാണം. അത് മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ 1:15 ഡ്യൂട്ടിക്ക് കയറണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. വിദ്യ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തന്ന് വേഗം ബസ് കിട്ടി. അതുകൊണ്ട് 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഓങ്ങല്ലൂർ ഞാൻ എത്തി. പിന്നെ 4 മണിക്ക് 2 മണിക്കൂർ ടൈമുള്ളതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ടാറ്റാ.